അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാത്തതുകൊണ്ട് നമുക്ക് കമൻറ്റൊക്കെ വന്നിക്കണം കേട്ടോ. നമ്മൾ റഷീദ് താത്തയാണോ കാക്കയാണോ എന്നൊന്നും അറിയില്ല. നമ്മളോട് കമൻറ്റിൽ ചോദിച്ചിരിക്കണം, ഇച്ച് ഞായറാഴ്ച ആയതുകൊണ്ട് എവിടെയെങ്കിലും കല്യാണം ഉണ്ടാവും, അവിടേക്ക് പോയേക്കും, തീറ്റ പണ്ടാറാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് കല്യാണം നല്ലേനി കേട്ടോ. നമ്മളെ അയലോക്കത്ത് ഒരു കാക്ക മരിച്ചിരിക്കണം കേട്ടോ. അയലോക്കത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ തൊട്ട അയലോക്കത്ത്. ഞാനിങ്ങനെ മുറ്റൊക്കെ അടിച്ച് വരുമ്പം നമ്മളെ പെരൻ്റെ മുന്നിൽ കൂടെ റോഡ് കണ്ടിട്ടില്ലേ, അതൊരു മേലേക്ക് 2 പെരീക്കുള്ള റോഡാണ് കേട്ടോ. ആ റോഡ് ആ പെരീത്തെ കാക്കയാണ് കേട്ടോ മരിച്ചത്. അപ്പച്ച് വീഡിയോ ഒന്നും ഇടാനുള്ള മാനസികാവസ്ഥയിലല്ല ഇനി, അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാഞ്ഞത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാത്തതുകൊണ്ട് നമ്മളെ ചോദിച്ച് വന്നുകൊണ്ട് അപ്പോൾ ഇന്ന് വീഡിയോ ഇടാതെക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ചായക്കൊക്കെ വെള്ളം വെച്ച് ചായപ്പൊടി പഞ്ചാരയൊക്കെ ഇട്ട് നമുക്ക് കടിയിൽ നിന്ന് പൊറാട്ടയാണ് കേട്ടോ. അപ്പോൾ തളമീൻ ഇതാക്കണേ നന്നാക്കി വെച്ച് മുളകും മഞ്ഞളും ഉപ്പൊക്കെ തിരുമ്പി വെച്ചിക്കണേ. പിന്നെ നമ്മളിത് ഞായറാഴ്ച ഇടാൻ വെച്ച വീഡിയോ കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇത് ഞായറാഴ്ച ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കല്യാണത്തിനൊന്നും പോയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പറ്റുന്നതാണ് വെച്ചെങ്കിൽ എവിടെയാണെങ്കിലും ഏത് കല്യാണത്തിന് പോയാലും നമ്മൾ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇടലുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് മനസ്സിന് ഒരു സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വീഡിയോ ഇടാൻ. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുകയാണ്. നമ്മൾ വീഡിയോ ഇടാത്ത കാണുമ്പോഴും നമ്മൾ ചോദിച്ച് വരാൻ ആൾക്കാരുണ്ടല്ലോ, അതിന് തന്നെ ഒരുപാട് സന്തോഷം കേട്ടോ. അത് കണ്ടപ്പോൾ കമൻറ്റൊക്കെ വായിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ നിങ്ങളൊക്കെ നമ്മളെ ഓർക്കണുണ്ടല്ലോ, നമ്മളെ വീഡിയോക്കും വേണ്ടി നിങ്ങൾ കാത്തിക്കണുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ വലിയൊരു സന്തോഷമുണ്ട് കേട്ടോ. അപ്പം പൊറാട്ടിക്ക് ചാറ് വെക്കുന്നത് മീനാണ് കേട്ടോ, മീൻചാറ്. അപ്പോൾ ഞാനിത് ഫോണിൽ കണ്ടത് കേട്ടോ, ഒരു മീൻചാറ് വെക്കണത്. നമ്മളൊന്നും വെക്കണ മാതിരിയല്ല, ഒരു വെറൈറ്റി മീൻചാറാണ് കേട്ടോ. അപ്പം ഞാൻ അതെങ്ങനെ വെക്കണത് എന്ന് ഞാൻ നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരാം കേട്ടോ. ചിലപ്പോൾ ഞാൻ കണ്ടതാവില്ല നിങ്ങൾ കാണുന്ന കാരണം ഞാനും കാണാത്തത്. അപ്പോൾ ഞാൻ കണ്ടത് ഞങ്ങൾക്ക് കൂടി പറഞ്ഞു തരാണ്. അപ്പോൾ ചാറ്റിക്ക് ഇതാക്കണേ തേങ്ങയും വേണം കേട്ടോ. തേങ്ങ അരച്ച ചാറാണ് കേട്ടോ. പിന്നെ ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞ് വെച്ചിക്കണ്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കാൻ വേണ്ടി വെച്ചിക്കണ്. അപ്പോൾ ഞാൻ ചതക്കാനല്ല കേട്ടോ, വറുക്കാൻ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ജീരുള്ളിയും പിന്നെ പച്ച കൊത്തമ്പാലില്ലേ മല്ലി, അതും പിന്നെ നമ്മളെ വറ്റൽ മുളകുമാണ് കേട്ടോ എടുത്തിക്കണത്. അപ്പോൾ ഇനി നമുക്ക് ചാറ് വെക്കാൻ ഒരുങ്ങാം. അപ്പോൾ അതാണ് ഗ്യാസൊക്കെ കത്തിച്ച് ചട്ടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ പാർന്ന് കൊടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ വെളിച്ചെണ്ണ പാർന്നിട്ട് നമുക്ക് എന്താട്ടണം, നമ്മൾ ഈ വറ്റൽ മുളകൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ചട്ടി ഇങ്ങനെ പുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചുറ്റിച്ച് കൊടുത്തതാണ്. നമ്മളെ മുളകും മല്ലിയും അതിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാൻ കേട്ടോ. അതിൻ്റെ പച്ചച്ചോയൊക്കെ മാറി ഒന്ന് പൊടിഞ്ഞ് വരാൻ പാകത്തിനൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ നല്ലോണം വാടിയതിന് ശേഷം നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരുള്ളി എടുത്ത് വെച്ചിനിയല്ലോ അത് അതിൽ ഇട്ട് കൊടുത്തിക്കണേ. പിന്നെ നമ്മളെ തേങ്ങ ഉണ്ടല്ലോ അതും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. പക്ഷേ നല്ലോണം ഒന്ന് വറുത്തെടുക്കണില്ല കേട്ടോ. ഞാൻ നല്ലോണം വറുത്തെടുത്താൽ ചിലപ്പോൾ അതിൻ്റെ ചോയ മക്കൾക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ വറുക്കണില്ല കേട്ടോ. കോഴിച്ചാറൊക്കെ ആണെച്ചെങ്കിൽ നല്ലോണം വറുത്തിട്ട്, പക്ഷേ ഇത് ഞാൻ അങ്ങനെ വറുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അത് ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നും മീൻചാറ് വെക്കുകയാണെങ്കിൽ ഒരേ രുചിയിലല്ല മീൻചാറ് വെക്കണത്. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് മാറ്റി പിടിച്ച് നോക്കാമെന്ന് കരുതി. ഓലയിൽ പറഞ്ഞാൽ നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കണ്ടാണ് മീൻചാറ്. കണ്ടാൽ തന്നെ നല്ല രസമുണ്ടേനി കേട്ടോ. അപ്പോൾ ഞാനും തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ, നമുക്ക് രസമുണ്ടോ ഇല്ലേന്ന് നമുക്കും പരീക്ഷിച്ച് നോക്കണമല്ലോ. അങ്ങനെ ഞാൻ ഏതായാലും തേങ്ങയൊക്കെ ഒന്ന് വറുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് പിന്നെ ചൂടാറട്ടെ. എന്നിട്ട് നമുക്ക് അരച്ചെടുക്കണം. പിന്നെ ഞാൻ ചട്ടി ചൂടാക്കിയിട്ട് പിന്നെ ഞാനതിക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ പാർന്നെടുക്കാൻ കേട്ടോ. നേരത്തെ വറുക്കാൻ നോക്കിയപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടീനി കേട്ടോ. അപ്പോൾ ഞാനതിന് കുറച്ച് മുക്കീനി, എന്നിട്ട് ബാക്കി അതിക്ക് തന്നെ പാർന്നെടുത്തിട്ട് പിന്നെ നമ്മൾ ജീരുള്ളി ഉണ്ടല്ലോ ഞാൻ അരിഞ്ഞ് വെച്ചിനത് അതിട്ട് കൊടുത്തിക്കണേ. നമുക്ക് ജീരുള്ളി ഒന്ന് വാടിയിട്ട് നമുക്ക് കരിയേപ്പും പിന്നെ തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ ജീരുള്ളിൻ്റെ ഒപ്പം തന്നെ കരിയേപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ തക്കാളി പിന്നെ നമുക്ക് അതൊന്ന് വാടിക്കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ എന്താക്കണേ അതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിന് കേട്ടോ, ഒന്ന് പൊതിരാനും വേണ്ടി. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കജ്ജുകൊണ്ട് നവണ്ടി പിഴിഞ്ഞെടുത്തുക്കണം കേട്ടോ. ഇനി നമുക്ക് ആ തേങ്ങയൊക്കെ ഉണ്ടല്ലോ ഒന്ന് വറുത്ത് വെച്ച തേങ്ങ അതൊന്ന് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പം ഇനി നമുക്ക് അതൊന്ന് ഒക്കെ ഇട്ട് കൊടുത്തേക്കണേ.
ഇനി ആ തക്കാളി വാടിയിട്ട് നമുക്ക് ഇതാക്കണം പാർന്ന് കൊടുക്കണം. കുറച്ച് വെള്ളം കൂടി പാർന്ന് കൊടുത്തിട്ട് ഞാൻ അടച്ചിട്ട് നമുക്ക് ഒരു 4 തിരിച്ചാണ്ടല്ലോ നമ്മളെ തേങ്ങ അരഞ്ഞ് വന്നിട്ടോ. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് അരഞ്ഞ് വന്നിക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ തക്കാളി ഇതൊക്കെ ഇട്ട് കൊടുത്തിനി. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വാടി വന്നിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കഴിക്കണ്ടല്ലോ, ഞാനൊരു തുള്ളി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ല, മഞ്ഞൾപ്പൊടിയല്ല, മുളകും പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അതെന്താ വെച്ചാൽ ചാറിങ്ങനെ നമ്മൾ വാങ്ങാൻ നേരത്ത് എണ്ണ ഇങ്ങനെ പാകി നിൽക്കണം. അതിങ്ങനെ ഈ വെളിച്ചെണ്ണയ്ക്ക് ഈ മുളകും പൊടി ഇട്ട് കൊടുത്താലേ അങ്ങനെ നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതില്ലാഞ്ഞാച്ച് വല്ലാത്തൊരു പൊറുതിയേടാണ് കേട്ടോ മീൻചാറ്. അപ്പം എന്നും ഒരേ മാതിരിക്കല്ല മീൻചാറ് വെക്കുന്നത്. അപ്പം നിങ്ങളൊക്കെ ഞാൻ ഒന്ന് വെറൈറ്റി ആയിട്ട് ഒന്ന് വെച്ച് നോക്കണ്ടിട്ട് അത് ഇഷ്ടമാവും കേട്ടോ, രസമുണ്ടേനി. അപ്പോൾ പിന്നെ ഞാൻ പുളിവെള്ളം ഉണ്ടല്ലോ അതൊക്കെ പാർന്ന് കൊടുക്കണം കേട്ടോ. ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് നമ്മളെ തേങ്ങ അരച്ചുണ്ടല്ലോ, തക്കാളി തേങ്ങ അരച്ചതും കൂടി നമ്മളേക്ക് പാർന്ന് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ മിക്സിൻ്റെ ജാറും കൂടി ഒന്ന് കേകി പാർന്നിക്കണേ. അപ്പം നമുക്ക് രാവിലെയും ചാറും വേണം, ഉച്ചക്കും ചാറും വേണം, വൈകുന്നേരത്തിനുണ്ടെങ്കിൽ വൈകുന്നേരത്തിനും വേണം. അപ്പോൾ അതിന് കണ്ടാണ് കേട്ടോ നമ്മൾ ചാറുണ്ടാക്കിയിരിക്കണത്. ഉച്ചക്ക് ചാറുണ്ടാക്കിയിട്ടില്ല വെച്ചെങ്കിൽ പിന്നെ വൈകുന്നേരം ചാറ് തിരഞ്ഞങ്ങനെ നടക്കണം കേട്ടോ. എന്താ ചാറ് വിചാരിച്ച് നടക്കണം. അപ്പം നമ്മൾ ഉച്ചക്ക് തന്നെ ചാറ് കണ്ടുപിടിച്ചാൽ പിന്നെ വൈകുന്നേരത്തിനും നമുക്ക് അതന്നെ ഒപ്പിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ മുന്നേ തന്നെ നമ്മൾ മീനിട്ട് കൊടുത്തിക്കാണ് കേട്ടോ. ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഓലും കാട്ടിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാനും ഇതേപോലെ തന്നെ അയില വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്, ഞാൻ മത്തി വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. മീൻ ഏതായാലും ചാറ് രസമുണ്ടോ എന്നല്ല ഇപ്പം നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഏതായാലും നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ നമ്മളെ മീൻ ചാറ്. എന്നിട്ട് നമുക്ക് വാങ്ങിയേക്കട്ടോ. അപ്പോൾ അതാക്കണേ മീനൊക്കെ തിളച്ച് വെന്തിക്കണം കേട്ടോ. മത്തിയല്ലേ പെട്ടെന്ന് പോകും ചേച്ചു. അപ്പോൾ അതങ്ങനെ ഞാൻ ഓഫാക്കിക്കണം കേട്ടോ. പിന്നെ ഞാൻ പയർ ഉണ്ടായിനി അപ്പോഴും ഉപ്പളൊക്കെ ആയിട്ട് അങ്ങനെ പറിച്ച് ഒരു ഉപ്പേരിക്കാക്കി എടുത്തതാണ് കേട്ടോ ഈ പയർ. അപ്പോൾ ചോറും കൂട്ടാനൊക്കെ നേരത്തെ ആക്കുന്നത് നമ്മൾ ജീനുവിന് കടയിലേക്ക് കൊണ്ടുപോകണം. അപ്പം അതിനാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ പൊറാട്ടയ്ക്ക് ചാറുണ്ടാക്കി, അതേമാതിരി ഉച്ചക്കും ചാറായി, വൈകുന്നേരത്തിനും ചാറായി. ഇനി നമുക്ക് ഈ പയറുപ്പേരിയും കൂടി വെക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിതാക്കണേ രാവിലെ ചോറും കൂട്ടാനായി കഴിഞ്ഞാൽ നല്ല സുഖമാണ് കേട്ടോ. പിന്നെ ഒരു പണിയില്ല കേട്ടോ. പിന്നെ അടിച്ചോറിലും തുടക്കലും പാത്രം മോറലും പിന്നെ കടിച്ചോരി തുടക്കത് പറഞ്ഞു തന്നെ പിന്നെയും പറഞ്ഞേക്കണമെന്ന് അറിയില്ല. അപ്പോൾ ആകെ ഒരു സുഖമല്ല കേട്ടോ മനസ്സിക്ക്. വോയിസ് ഓവറൊന്നും കൊടുക്കാനൊരു സുഖമല്ല. നമ്മളെ ആ കാക്ക മരിച്ചിട്ട് പിന്നെ വീഡിയോ ഇട്ടത് എന്താ വെച്ചാൽ നമ്മളങ്ങനെ ചോദിച്ചു വരികയല്ല. ഞാൻ പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റൊന്നും പിന്നെ ഇട്ടിട്ടില്ല, അതിനൊന്നുമില്ല ഇതില്ല. അപ്പോൾ പിന്നെ എടുത്ത വീഡിയോസ് ഉണ്ട്, അപ്പോൾ അതൊന്ന് ഇടാന്നാണ് കേട്ടോ. അങ്ങനെ ഞാൻ മക്കൾക്കൊക്കെ ചായ കൊടുത്തിക്കാണ്ട് ഓല പറഞ്ഞേച്ചിക്കണം കേട്ടോ മദ്രസക്ക്. എന്നിട്ട് പിന്നെ വെളിച്ചെണ്ണയൊക്കെ ചൂടാക്കിയിട്ട് നമ്മൾ ഇതാക്കണേ ജീരുള്ളിയും പച്ചമുളക് അരിഞ്ഞതും കരിയേപ്പും ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിന്. നമ്മളെ പയറുണ്ടല്ലോ അതൊന്ന് നമുക്ക് കൈക്കിട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ അരിഞ്ഞിട്ടാണ് കേട്ടോ കേകിയിരിക്കുന്നത്. എന്നിട്ട് പിന്നെ ഓട്ടപാത്രത്തിൽ കണ്ട് ഊറ്റിയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് വെള്ളമൊന്നും പാരണ്ട കേട്ടോ. ഇതിങ്ങനെ ആവിക്ക് വെച്ച് കണ്ട് തന്നെ വേവിച്ചാൽ മതി കേട്ടോ. അങ്ങനെ തന്നെ വന്തോളും, നമുക്ക് വെള്ളം പാരേണ്ടൊന്നും ആവശ്യമല്ല. കുറച്ച് വെള്ളം അങ്ങോട്ട് പൊടിഞ്ഞ് തന്നെ വരും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പിന്നെ ഇതാക്കണേ നമ്മളെ ഉപ്പേരി ഉണ്ടല്ലേ അടിപൊളിയായിട്ട് വെന്തിക്കണേ. പയറും അല്ല പെട്ടെന്ന് വേകും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനൊന്ന് തിന്ന് നോക്കിയിട്ടോ വെന്തിക്കണോന്നില്ലത്. അപ്പം വെന്തിക്കണം കേട്ടോ, സൂപ്പറായിട്ട് വെന്തിക്കണം. അപ്പം ചോറായിട്ടില്ല ചാറായി, ഉപ്പേരിയായി, പിന്നെ ചോറ്റിനുള്ള അരി ഞാൻ കുക്കറിൽ വെച്ചിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കും ഉള്ളത് അതിൽക്കൂടെ ഇട്ടിക്കാണ് കേട്ടോ. ഏതായാലും ഗ്യാസ് കത്തണുണ്ട്. അപ്പോൾ പിന്നെ ഉച്ചക്കും ഇല്ല ചോറ് വെച്ചിട്ടുണ്ട്. വൈകുന്നേരത്തിന് പിന്നെ ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. വൈകുന്നേരത്തിന് പിന്നെ നേരം വെക്കുമ്പോൾ വെക്കണം, അതുകൊണ്ട് ചിലപ്പോൾ കേടെന്നാലോ വിചാരിച്ചിട്ട്. പിന്നെ തളമീൻ ഉണ്ടായിരുന്നല്ലോ, അത് മുറിച്ച് മസാലയൊക്കെ തേച്ച് വെച്ചിക്കണേ. അപ്പോൾ മീൻ പൊരിച്ചാൻ വേണ്ടി ഓയിൽ പാർന്നപ്പം പുറത്ത് കുറച്ച് ചിന്തി, അതൊക്കെ പിന്നെ നമ്മൾ തുടച്ച് എടുത്തുക്കണം കേട്ടോ. ഇനി അതാക്കണേ മീനൊക്കെ ഞാൻ ചട്ടിയിലിങ്ങനെ നിരത്തി വെച്ചിക്കണേ. അപ്പോൾ അങ്ങനെ മീനൊരു ഭാഗം പൊരിയട്ടെ. അപ്പോൾ പിന്നെ നമ്മൾ ജീനുവിന് ചോറുണ്ടോന്നല്ലോ, അപ്പോൾ അതിനും വേണ്ടി കുറച്ച് ചാറ് ഞാൻ മീൻ ചാറ് കുപ്പിയിലാക്കിക്കണം കേട്ടോ. പക്ഷേ എങ്കിൽ ഓന് മീൻ ചാറൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഞാനത് വെറുതെ കുപ്പിയിലാക്കി ഓന് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ ഓന് വേണ്ടായിരുന്നു. എനിക്ക് മീൻ ചാറ് വേണ്ടമ്മ, എനിക്ക് പയറുപ്പേരി ഇത് മാത്രം മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതാക്കണേ ഞാൻ ചോറ് വെന്ത് ഓട്ടപാത്രത്തേക്ക് ഊറ്റിയിട്ടിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ വെള്ളമൊക്കെ ചോർന്നതിന് ശേഷം ഓനുള്ളത് ഇതാക്കണം ഞാൻ അട്ടിപ്പാത്രത്തിലാക്കി കൊടുത്തിക്കണം കേട്ടോ. അപ്പം ചാറ് വേണ്ട ഓന്, ചോറ്റക്ക് ആ മീൻ ചാറ് വേണ്ട. അപ്പോൾ ഓന് തേങ്ങ അരച്ച ചാറ് വലിയ തീർപ്പതില്ല കേട്ടോ. അപ്പം എന്നോട് പറഞ്ഞ് നിങ്ങൾ തേങ്ങ അരച്ച് വെക്കരുതട്ടമ്മ ചാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു പൊറാട്ടയ്ക്ക് തിന്നില്ല ചെയ്യാൻ. അപ്പോൾ
പൊറാട്ടിക്ക് രസമുണ്ട്, ചോറ്റക്ക് ആ ചാറ് രസം ഉണ്ടാവില്ല, അയച്ച് വേണ്ടട്ട തേങ്ങ അരച്ച ചാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ എത്തപ്പം ഇനി കൂട്ടാൻ ഉണ്ടാക്കുന്നത്, ഈ ചുള്ളി കൂട്ടാൻ ഉണ്ടാക്കി തരും. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ പോകാനായില്ല, ഇപ്പം ഉള്ളി കൂട്ടാൻ ഉണ്ടാക്കാൻ നേരമല്ല. അപ്പോൾ പറഞ്ഞു എന്നാൽ ഇനി പയറും ഈ മീനും മതിയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്താട്ടി ഈ പയറുപ്പേരിയും മീനും കൊടുത്തിട്ടോ. പിന്നെ ഞാൻ ആ പയറുപ്പേരിയിലൂടെ കുറച്ചും കൂടി ഉപ്പേരി ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ഓന് പയറുപ്പേരി അതേമാതിരി ക്യാബേജ് ഉപ്പേരി അതൊക്കെയാണ് ഇവിടുത്തെ മക്കൾക്ക് തീർപ്പതി, അല്ലാത്തതൊന്നും ഇതിൽ തിന്നൂല. അപ്പോൾ ഞാൻ കുറച്ചും കൂടി പയറ് പിന്നെ ഇട്ടുക്കണം കേട്ടോ. ആ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നാണ്. ആ പട്ടിപ്പാത്രത്തിൽ ചാറ് പിന്നെ കൊണ്ടുപോയിട്ടില്ല, അത് ഞാൻ അവിടെ വെച്ചിക്കാണ് കേട്ടോ. അങ്ങനെ ഓനെ പറഞ്ഞയച്ചു കേട്ടോ. ഞാൻ ഓന് ചായയൊക്കെ കൊടുത്തുക്കാണ്ട് ഓനും പോയി, സനുവൊക്കെ മദ്രസക്ക് പോയി. പിന്നെ ഞാൻ അവരൊക്കെ പറഞ്ഞയച്ചാൽ പിന്നെ ഞാൻ ചായ കുടിച്ചാൽ വേണ്ടിയിരുന്ന് അങ്ങനെ എൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുറേ പാത്രങ്ങൾ മോറാണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മോറിയെടുക്കാൻ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പിന്നെ ചോറും കൂട്ടാനായി കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയില്ല കേട്ടോ. ഈ പാത്രം മോറലും അകടിച്ചു വരലും തുടക്കലും മിറ്റടിച്ചു വരലും. മിറ്റടിച്ചു വരികാണ്ട് വേഗം വന്നിക്കണം കേട്ടോ. നമ്മൾ മിറ്റടിച്ചു വരൽ കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ ചായ കുടിച്ചത്. പിന്നെ പാത്രം മോറ് അകടിച്ചു വരാൻ തുടക്കാം. തിരുമ്പാല്ലത് നമ്മൾ ഒന്നരാടെ നമ്മൾ മെഷീനിലിടുള്ളൂ കേട്ടോ. അങ്ങനെ അപ്പോൾ അങ്ങനെ ഇതാക്കണേ, പാത്രം കൂടി മോറി എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പാത്രമൊക്കെ മോറി വെച്ചിട്ട് നമ്മൾ ഗ്യാസും ഇതൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ കേട്ടോ. അപ്പം ഗ്യാസ് തുടച്ചെടുത്താൽ വെച്ച് തോന്നി ഒന്ന് നല്ലോണം ഉരച്ച് മോറട്ടെ എന്ന് കരുതിയിട്ടോ. അപ്പം അങ്ങനെ നമ്മൾ കമ്പിച്ചണ്ടി ഇതൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് ഉരച്ചെടുക്കണ്ട. അപ്പോൾ അതിൻ്റെ ബാനറൊക്കെ നമ്മൾ സോപ്പും വെള്ളത്തിൽ ഇട്ടേക്കാണ് കേട്ടോ. അത് നല്ലോണം ഒന്ന് ഉരക്കണം. അപ്പോൾ ഇതാക്കണം, ഞാൻ കമ്പിച്ചണ്ടി ഇട്ട് നല്ലോണം ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മക്കളെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്ന് കളിയും ചെറിയ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ മനസ്സിന് സന്തോഷം ഉണ്ടെങ്കിലല്ലേ കളിയും ചെറിയൊക്കെ വരുള്ളൂ. പിന്നെ അപ്പോൾ ഒന്ന് സുഖമല്ല കേട്ടോ മനസ്സിക്ക്, അതുകൊണ്ടാണ് ഇപ്പോൾ കളിയും ചിരിയൊന്നും ഇല്ലാത്തത്. അപ്പോൾ നമുക്കിപ്പോൾ ഇനി ആ കാക്കാക്കും വേണ്ടി ദുആ ചെയ്യാനേ പറ്റുള്ളൂ. കാക്കാൻ്റെ ഖബറ് നമുക്ക് വിശാലമാക്കി കൊടുക്കട്ടെ. എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പടച്ചോൻ പുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ എന്നൊക്കെ നമുക്ക് ദുആ ചെയ്യാം. ഇനി അതിനെന്നെ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടത് ഇതാണ്. അപ്പോൾ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും.